ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് വേൾഡ്. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. കാര്യമായിട്ടൊന്നുമില്ല, എൻ്റെ ചെറിയ കുറച്ച് ജ്വല്ലറി കളക്ഷൻസൊക്കെ കാണിച്ചു തരാം. അതായത് ഒരുപാടൊന്നുമില്ല. ഞാനിതാ ഇതേപോലെ ഒരു ബോക്സിലാണ് സൂക്ഷിക്കാറുള്ളത് കേട്ടോ. സെപ്പറേറ്റ് നമ്മൾ അറകളുള്ള ഇതൊക്കെ കാണാറുണ്ടല്ലോ, അങ്ങനത്തതിലൊന്നുമല്ല. ഞാൻ സാധാരണ ഒരു ബോക്സിലാണ് എപ്പോഴും സൂക്ഷിച്ച് വെക്കാറുള്ളത്. പിന്നെ എനിക്കുള്ള ചെറിയൊരു വട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വാങ്ങിച്ച സാധനങ്ങളുടെ ചെറിയ സ്ട്രിപ്പ് പോലും കളയാറില്ല. അതിൽ തന്നെയാണ് എല്ലാ കമ്മലുകളും ഇപ്പോഴും സൂക്ഷിച്ച് വെക്കാറുള്ളത്. അപ്പോൾ ഇതാ ഇതുപോലെ 5 വർഷം മുതൽ 10 വർഷം വരെ പഴക്കമുള്ള കമ്മലുകൾ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു കമ്മൽ ഞാൻ ഗുരുവായൂരിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ വർഷത്തിൽ, അതായത് ഒരു 4 വർഷം മുന്നേ ഗുരുവായൂർ ഞങ്ങൾ ആദ്യമായിട്ട് പോയ സമയത്ത് ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ് ഈ കമ്മൽ. അതുപോലെ ഓരോ കമ്മലിനും ഓരോ കഥയുണ്ട് കേട്ടോ. ഇതുപോലെ എന്നെപ്പോലെ കമ്മൽ ഭ്രാന്തികൾ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ കമ്മലായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. വീണ്ടും ഇതുപോലെ കറുപ്പും വെള്ളയും മുത്തുള്ള ചെറിയൊരു റിംഗ് മോഡലുള്ള കമ്മലാണ്. ഇതും ഞാൻ ഒരു തവണ ഗുരുവായൂരിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഈ ഒരു കമ്മൽ, ഈ കമ്മലിനൊരു 5 വർഷം പഴക്കമുണ്ട്. ഈ കമ്മൽ ഞാനിവിടെ ഞങ്ങളുടെ കുന്നപ്പുള്ളിക്കാവിലെ കുമ്മാട്ടിക്ക് മേടിച്ചതാണ്. ഇത് മാത്രമല്ല, ഇതിൻ്റെ ഒരു പേരും കൂടെ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. ഇത് ഞാൻ കല്യാണത്തിന് ഇട്ടിട്ടുണ്ടായിരുന്ന ജിമിക്കയാണ് കേട്ടോ. ഇത് ഞാൻ ആകെ ഒരു പ്രാവശ്യം മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് എനിക്കിഷ്ടമില്ലാതെ വാങ്ങിച്ചതാണെങ്കിൽ കൂടെ ഞാൻ അന്നത്തെ ദിവസം ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് ഇത് മേടിച്ചത് പാലക്കാട് ഫെസ്റ്റിന് പോയ സമയത്താണ്. ഈ ഒരു കുഞ്ഞ് ജിമിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് മേടിച്ചതാണ്. ഇത് അധികമൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അതുപോലെ ഈ ഒരു കമ്മൽ, ഇത് എൻ്റെ ഹസ്ബൻഡ് മേടിച്ച് തന്നതാണ്. ഞാൻ ഡെലിവറി ആയിട്ട് കിടക്കുന്ന സമയത്ത് ഇവിടെ ഞങ്ങളുടെ പാറശ്ശേരിക്കാവിലെ താലപ്പൊലിക്ക് വാങ്ങിച്ചു കൊണ്ട് തന്നതാണ് കേട്ടോ. ഈ ഒരു കമ്മൽ ഞാൻ വാങ്ങിച്ചെങ്കിൽ കൂടെ ഞാൻ ഇതുവരെ ഈ കമ്മൽ ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ കുഞ്ഞിൻ്റെ ചോറുകൊണ്ട് വാങ്ങിച്ചതായിരുന്നു ഈ കമ്മൽ. അതുപോലെ ഈ ഒരു കമ്മലും പാറശ്ശേരിക്കാവിൽ നിന്ന് ഞങ്ങൾ മേടിച്ചിട്ടുള്ളതാണ്. ഇതുപോലെ എൻ്റെ ഓരോ കമ്മലുകൾക്കും ഓരോരോ കഥകളുണ്ട് കേട്ടോ. നിങ്ങളുടെ വ്യത്യസ്തമാർന്ന കഥകളൊക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് വായിക്കാൻ ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇത് ഞാൻ നേരത്തെ കാണിച്ച ഒരു കമ്മലിൻ്റെ വേറൊരു വെറൈറ്റി കളറാണ്. കുറച്ച് സ്റ്റോൺസൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കൂടെ കളയാൻ തോന്നാത്തത് കൊണ്ട് മാത്രം സൂക്ഷിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ ഈ ഒരു കുഞ്ഞി ജിമിക്കി, ഇങ്ങനെ എൻ്റെ കമ്മലുകളുടെ കഥ നീണ്ടു പോകുന്നുണ്ട്. നിങ്ങൾക്കും ഇതുപോലെയൊക്കെ കമ്മലുകൾ ഇഷ്ടമാണോ? നമ്മൾ ഒരു കടയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കമ്മൽ തിരഞ്ഞെങ്കിൽ കൂടെ അതിൽ നിന്നും നമുക്ക് ചിലപ്പോൾ ഒന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട കമ്മലുകൾ മാത്രം വാങ്ങിക്കുന്ന ഒരാളാണ്. നമ്മളൊരു കടയിൽ ചെന്നു അവർ കുറേ എണ്ണം നമുക്ക് കാണിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സാധനം ഞാൻ ഒരിക്കലും വാങ്ങിക്കാറില്ല. വാങ്ങിച്ചു കഴിഞ്ഞ് നമുക്കത് ഉപയോഗിക്കാനുള്ളതല്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റഡ്, ഇതൊക്കെ ഞാൻ ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഡെയിലി നമ്മൾ വീട്ടിലൊക്കെ ഉള്ള സമയങ്ങളിലൊക്കെ കമ്മലിടുന്നവരാണെങ്കിൽ ഇങ്ങനത്തെയൊക്കെ ഉപയോഗിക്കാം. അതുപോലെ ഈ ഒരു റിങ്, ഇത് ഞാൻ ഒത്തിരി ഉപയോഗിച്ച് പഴകിപ്പോയതാണ്. പക്ഷേ എന്നാലും ഞാനിത് വീണ്ടും ഉപയോഗിക്കാറുണ്ട്. അതുപോലെ നമ്മുടെ ഈ ഒരു ജിമിക്കി, ഇത് ഞങ്ങൾ സേവ് ദ ഡേറ്റിന് മേടിച്ച കമ്മലാണ്. ഈ കമ്മലിൻ്റെ ഒരു നെക്ക് പീസ് കൂടെ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും അധികം കളയാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും എല്ലാം സൂക്ഷിച്ച് വെക്കാറുണ്ട്. ഈ കമ്മൽ ഞാൻ ഇതുവരെ ഉപയോഗിക്കാത്തൊരു കമ്മലാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇത് ഞാൻ ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കുന്ന എല്ലാ സ്റ്റഡ്സിനെയും കൂടെ ചെറിയൊരു സ്ട്രിപ്പിലാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കമ്മൽ മേടിക്കുന്ന സമയത്ത് പൂരപ്പറമ്പിൽ നിന്നൊക്കെ ഞാനിത് അങ്ങനത്തെ സാധനം കൂടെ ചോദിച്ച് മേടിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു കമ്മൽ, ഇത് ഞാനിതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഇതൊക്കെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഉപയോഗിച്ച കമ്മലുകളാണ് കേട്ടോ. കറുപ്പും അതുപോലെ ഒരു നമ്മുടെ ഓക്സിഡൈസ്ഡ് സിൽവറിൽ പെട്ടതെല്ലാം കമ്മലുകളാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ഒത്തിരി ഉപയോഗിച്ച കമ്മലുകളാണ് കേട്ടോ. അപ്പോൾ എല്ലാം കമ്മലുകളും നമ്മൾ മേടിക്കുമ്പോൾ ഒന്ന് വെറൈറ്റി ആയിട്ട് ഞാൻ വാങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട്. ഈ ഒരു കമ്മൽ ഞാൻ ട്രെൻഡ്സിൽ നിന്ന്, ഞങ്ങളുടെ കോങ്ങാട് ഒരു കടയുണ്ട്, അവിടെ ട്രെൻഡ്സ് എന്ന് പറഞ്ഞ കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അന്ന് വാങ്ങിക്കുന്ന സമയത്ത് ഇതിന് 300 രൂപ എങ്ങാണ്ട് വില ഉണ്ടായിരുന്നു. പക്ഷേ അന്നത് എനിക്ക് വലുതായിരുന്നു. ഇന്ന് ഞാനത് ഇപ്പോഴത്തെ കമ്മലുകൾ ഇറങ്ങുമ്പോൾ വിചാരിക്കും ഈ വിലയൊന്നും ഒന്നുമല്ല കമ്മലുകൾക്ക് എന്ന്. അപ്പോൾ ഇതുപോലെ സ്റ്റഡ്സിനെയൊക്കെ ഞാൻ ഇങ്ങനത്തെ കുഞ്ഞ് ഇതിലാണ് ആക്കി വെക്കാറ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ കമ്മൽ കളക്ഷൻസ്. ചില കമ്മലുകളുടെയൊക്കെ നമ്മുടെ ഈ പിന്നിൽ വയ്ക്കുന്ന കുഞ്ഞ് റബ്ബർ ഉണ്ടല്ലോ, അത് പോയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കാണ്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കമ്മൽ, ഇത് ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് 5 വർഷം മുന്നേ വാങ്ങിച്ച കമ്മലാണേ. അപ്പോൾ ഇതിലെ ഒരു സ്റ്റോൺ പോയിട്ടുണ്ട് എങ്കിൽ കൂടെ എനിക്കത് ഭയങ്കര പ്രിയപ്പെട്ട കമ്മലാണ്. ഇതിൻ്റെയും ഒരു നെക്ക് പീസ് ഉണ്ട്. ഞാൻ കുഞ്ഞിൻ്റെ 28-ന് വേണ്ടി മേടിച്ചിട്ടുള്ള ഒരു കമ്മലായിരുന്നു ഇത്.
ഇപ്പോൾ മീഷോ നിന്നാണ് ഞാനത് മേടിച്ചതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കമ്മലുകളുടെ കളക്ഷൻ ഏകദേശമൊക്കെ തീരാനായി കേട്ടോ. അപ്പോൾ അതാ ഈ കുഞ്ഞു കുഞ്ഞു കമ്മലുകളൊക്കെ കൂടെ ഉള്ളൂ. നിങ്ങൾക്ക് എത്ര പേര് കമ്മലുണ്ട് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. എനിക്ക് ഏകദേശം ഒരു 30-ലധികം കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ കമ്മലുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ ചാനൽ മോണിറ്റൈസൊക്കെ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ഗിവ് അവേ വെക്കുന്നതായിരിക്കും. അപ്പോൾ അതിലെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസൊക്കെ വെച്ചിട്ട് നല്ലൊരു ഗിവ് അവേ ഞാൻ എന്തായാലും വെക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ ഒരു 800 സബ്സ്ക്രൈബേഴ്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ആഞ്ഞു പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആവേ. അതാ ഈ ഒരു മാല ഞാൻ കല്യാണത്തിന് ഇടണമെന്ന് ആഗ്രഹിച്ച് മേടിച്ച ഒരു മാലയായിരുന്നു. അന്ന് ഇതിന് 980 രൂപയായിരുന്നു വില. പക്ഷേ ഞാനത് ആകെ 2 പ്രാവശ്യം ഉപയോഗിച്ചു. കല്യാണത്തിന് അത് ഉപയോഗിച്ചതേ ഇല്ല. നേരത്തെ ഞാൻ കാണിച്ചിട്ടുള്ള ഒരു കമ്മലിൻ്റെ നെക്ക് പീസാണ് ഇത്. നല്ല ഭംഗിയില്ലേ. ഇത് ഞാൻ വാങ്ങിച്ചത് മീഷോയിൽ നിന്നാണ്. അതുപോലെ ഇതാ എൻ്റെ കല്യാണത്തിൻ്റെ, എൻഗേജ്മെൻറ്റിൻ്റെ, സേവ് ദ ഡേറ്റിൻ്റെ അങ്ങനെ തുടങ്ങി ചില ഓർമ്മകൾ കൂടി ഈ ബോക്സിലുണ്ട് കേട്ടോ. കല്യാണത്തിൻ്റെ അതേ ബോക്സിൽ തന്നെയാണ് ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.